വെൽക്കം ബാക്ക് ടു കരിയർ വെയിൻ അപ്ഡേറ്റ്സ്. കേരളത്തിലെ പ്രധാനപ്പെട്ട 4 യൂണിവേഴ്സിറ്റികളിലെയും ബി.എഡ് അഡ്മിഷനുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥി ശ്രദ്ധിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ചില അപ്ഡേറ്റ്സുകളാണ് ഈ വീഡിയോ നിങ്ങളുമായി പങ്കുവെക്കുവാൻ ആഗ്രഹിക്കുന്നത്. നിലവിൽ ഈ വർഷം ഡിഗ്രി കഴിഞ്ഞ അല്ലെങ്കിൽ PG കഴിഞ്ഞ വിദ്യാർത്ഥികൾ കേരളത്തിലെ യൂണിവേഴ്സിറ്റിയിൽ ബി.എഡ് പഠിക്കുവാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യം നമുക്ക് ഓരോ യൂണിവേഴ്സിറ്റി നോക്കാം. അപ്പോൾ അതിൽ ഒന്നാമതായിട്ട് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ അപ്ഡേറ്റ് നോക്കാം. ഇപ്പോൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ബി.എഡ് അഡ്മിഷനുമായി ബന്ധപ്പെട്ട് നേരത്തെ അപേക്ഷാ ടൈം അതായത് 6-ാം തീയതി വരെയായിരുന്നു. അപ്പോൾ അത് വീണ്ടും എക്സ്റ്റെൻഡ് ചെയ്തിട്ട് വിദ്യാർത്ഥികൾക്ക് ഇനിയും അപേക്ഷ കൊടുക്കാൻ ബാക്കിയുള്ള വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കുക. ഈ വർഷത്തെ അപേക്ഷ 10-ാം തീയതി വരെ, ഈ മാസം ജൂൺ 10-ാം തീയതി വരെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ബി.എഡ് അപേക്ഷ കൊടുക്കുവാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അപേക്ഷ കൊടുക്കാൻ ബാക്കിയുള്ളവർ admission.uoc.ac.in എന്ന വെബ്സൈറ്റിൽ വന്ന് വിദ്യാർത്ഥികൾ ബി.എഡ് ലിങ്ക് വഴി നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും. ഞാൻ തൊട്ട് മുമ്പ് ഡീറ്റെയിൽ ആയിട്ടുള്ള എങ്ങനെ അപേക്ഷ കൊടുക്കാൻ സാധിക്കുമെന്നുള്ള വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ചെയ്തിരുന്നു. അത് കണ്ട് വിദ്യാർത്ഥികൾ അപ്ലൈ ചെയ്യാൻ ഉറപ്പെടുത്തുകയാണ്. അപ്പോൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ബി.എഡ് ജനറൽ ബി.എഡും അതേപോലെ തന്നെ സ്പെഷ്യൽ എഡ്യൂക്കേഷൻ ബി.എഡ് ഉൾപ്പെടെ, അതായത് ഹിയറിംഗ് ഇമ്പേർഡ്, ഇൻ്റലക്ച്വൽ ഡിസബിലിറ്റി തുടങ്ങിയ ഈ എല്ലാ കാറ്റഗറിയിലും, ഇനി അതേപോലെ തന്നെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ അല്ലെങ്കിൽ കേരളത്തിലെ എല്ലാ യൂണിവേഴ്സിറ്റികളുടെയും മാനേജ്മെൻറ്റ് കോട്ടയായിക്കോട്ടെ, സ്പോർട്സ് കോട്ടയായിക്കോട്ടെ, ഏത് കോട്ടയിൽ അപേക്ഷ കൊടുക്കുന്നവരാണെങ്കിലും ഓൺലൈൻ അപേക്ഷ ചെയ്യൽ നിർബന്ധമാണെന്നുള്ള കാര്യം ഒരിക്കൽ കൂടി ഉറപ്പെടുത്താണ്. ഇനി അതോടൊപ്പം തന്നെ അപേക്ഷ പൂർത്തീകരിക്കാത്ത വിദ്യാർത്ഥികൾ നിർബന്ധമായിട്ടും ജസ്റ്റ് ഇവിടെ നിങ്ങൾ അപ്ലൈ ചെയ്യാവുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് വീണ്ടും നിങ്ങളുടെ ക്യാപ് സെക്യൂരിറ്റി കീയും ടൈപ്പ് ചെയ്ത് ലോഗിൻ ചെയ്തുകൊണ്ട് അപേക്ഷ പൂർത്തീകരിക്കേണ്ടതാണ്. ഇനി പുതുതായിട്ട് രജിസ്റ്റർ ചെയ്യുന്നവരാണെങ്കിൽ ജസ്റ്റ് സൈനപ്പ് എടുക്കാൻ കാണാൻ സാധിക്കും. ആ സൈനപ്പ് ക്ലിക്ക് ചെയ്ത് പുതുതായിട്ട് നിങ്ങൾ നേരത്തെ പറഞ്ഞ വീഡിയോ ഒക്കെ കണ്ട് നിങ്ങൾ സ്വന്തമായിട്ട് അപേക്ഷ കൊടുക്കേണ്ടതാണ്. ഇനി ഓൾറെഡി അപേക്ഷ കൊടുത്ത വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ശ്രദ്ധിക്കുക. ഫൈനലി നിങ്ങളെടുത്ത ആ ഒരു പ്രിൻ്റ് ഔട്ട് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്തതിന് ശേഷമുള്ള ആ ഒരു പ്രിൻ്റ് ഔട്ട് നിങ്ങൾ എടുത്ത് വെക്കുക. ഇക്കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി അതോടൊപ്പം തന്നെ നെക്സ്റ്റ് വീക്കിൽ തന്നെ 10-ാം തീയതി അപേക്ഷ സമയം കഴിഞ്ഞാൽ തൊട്ടടുത്ത വീക്കിൽ തന്നെ വിദ്യാർത്ഥികളുടെ അതായത് ട്രയൽ ലിസ്റ്റും അതേപോലെ തന്നെ അതായത് ട്രയൽ അലോട്ട്മെൻറ്റും അതിനുശേഷം നിങ്ങളുടെ ഫസ്റ്റ് അലോട്ട്മെൻറ്റ്, സെക്കൻഡ് അലോട്ട്മെൻറ്റ്, തേർഡ് അലോട്ട്മെൻറ്റ് ഉൾപ്പെടെയുള്ള അപ്ഡേറ്റുകൾ നിങ്ങളെ കൃത്യമായിട്ട് നമ്മുടെ ചാനൽ ത്രൂ അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ശ്രദ്ധിക്കുക. അപേക്ഷ കൊടുക്കാൻ ബാക്കിയുള്ളവർ 10-ാം തീയതി വരെ അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇനി നമുക്ക് രണ്ടാമത്തെ യൂണിവേഴ്സിറ്റി നോക്കാം. അപ്പോൾ നമുക്ക് രണ്ടാമതായിട്ട് കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ ബി.എഡ് അഡ്മിഷൻ നോക്കുകയാണെങ്കിൽ ശ്രദ്ധിക്കുക. admission.kannur.ac.in എന്ന വെബ്സൈറ്റിൽ വന്ന് വിദ്യാർത്ഥി ജസ്റ്റ് ബി.എഡ് ലിങ്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു ഒഫീഷ്യൽ പേജിലോട്ട് പ്രവേശിക്കാൻ സാധിക്കുന്നതാണ്. അപേക്ഷ കൊടുക്കാൻ ബാക്കിയുള്ള വിദ്യാർത്ഥി ശ്രദ്ധിക്കുക. കണ്ണൂർ യൂണിവേഴ്സിറ്റി നിലവിൽ 17-ാം തീയതി വരെ അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇനി കണ്ണൂർ യൂണിവേഴ്സിറ്റി മറ്റു യൂണിവേഴ്സിറ്റി വ്യത്യസ്തമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം, വിദ്യാർത്ഥികളുടെ ട്രയൽ അലോട്ട്മെൻറ്റ് പബ്ലിഷ് ചെയ്യുന്നതിന് പകരം വിദ്യാർത്ഥികളുടെ ഫസ്റ്റ് ട്രയൽ റാങ്ക് ലിസ്റ്റാണ് പബ്ലിഷ് ചെയ്യുക. അതേപോലെ തന്നെ അതിൻ്റെ ഷെഡ്യൂൾ ഉൾപ്പെടെയുള്ള കാര്യം കറക്റ്റ് ഡേറ്റ് വന്നിട്ടുണ്ട്. അതായത് ട്രയൽ റാങ്ക് ലിസ്റ്റ് 18-ാം തീയതി പ്രസിദ്ധീകരിക്കും. ഇനി അതേപോലെ തന്നെ ട്രയൽ റാങ്ക് ലിസ്റ്റ് വന്നു കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾക്ക് എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണമെങ്കിൽ, എഡിറ്റ് ചെയ്യണമെങ്കിൽ, ഓപ്ഷൻ മാറ്റി കൊടുക്കണമെങ്കിൽ അത്തരത്തിൽ ഓപ്ഷൻ 19 മുതൽ 23 വരെയാണ്. ഇനി അതേപോലെ തന്നെ പബ്ലിക്കേഷൻ ഓഫ് ഫൈനൽ റാങ്ക് ലിസ്റ്റ്, ഇതാണ് മെയിൻ റാങ്ക് ലിസ്റ്റ്, 24-ാം തീയതിയാണ് പ്രസിദ്ധീകരിക്കുക. അപ്പോൾ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട വിദ്യാർത്ഥികൾ അതുമായി ബന്ധപ്പെട്ടുള്ള അഡ്മിഷൻ കാര്യങ്ങൾ 26 മുതൽ 30 വരെയാണ്. അപ്പോൾ ഓരോ ഘട്ടങ്ങളിലും എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ള അപ്ഡേറ്റ് കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കി വെക്കണം. അത് സമയത്ത് റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുന്ന സമയത്ത് സെപ്പറേറ്റ് കണ്ണൂർ യൂണിവേഴ്സിറ്റി വീഡിയോ നമ്മുടെ ചാനൽ തന്നെ നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അതുകൊണ്ട് ചാനൽ കൃത്യമായിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാനും ഫോളോ അപ്പ് ചെയ്യാനും വേണ്ടി വിദ്യാർത്ഥികളെ കൃത്യമായിട്ട് ഉറപ്പെടുത്തുകയാണ്. ഓൾമോസ്റ്റ് എല്ലാ യൂണിവേഴ്സിറ്റിയിലും ജൂലൈ 1-ാം തീയതി തന്നെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്യുന്നതാണ്. ഓക്കെ, ഇനി നമുക്ക് മൂന്നാമത്തെ പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റിയുടെ അപ്ഡേറ്റ് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് മൂന്നാമതായിട്ട് വളരെ പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റിയിലെ MG യൂണിവേഴ്സിറ്റി നിലവിൽ വിദ്യാർത്ഥികൾ അപേക്ഷ കൊടുക്കാൻ ബാക്കിയുള്ള വിദ്യാർത്ഥികളാണെങ്കിൽ cap.mgu.ac.in എന്ന വെബ്സൈറ്റിൽ വന്ന് വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ ബി.എഡ് അപേക്ഷ കൊടുക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾ ബി.എഡ് ലിങ്ക് വഴി ജസ്റ്റ് ബി.എഡ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ജസ്റ്റ് നിങ്ങൾക്കിവിടെ cap.mgu.ac.in എന്ന വെബ്സൈറ്റ് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അപേക്ഷ കൊടുക്കാൻ ബാക്കിയുള്ള ഒരു ശ്രദ്ധിക്കുന്ന കാര്യമാണ്. ഇവിടെ നിങ്ങൾക്ക് ബി.എഡ് ഏകജാലകം കാണാം. അവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒഫീഷ്യലായിട്ടുള്ള ആപ്ലിക്കേഷൻ പേജിലോട്ട് പോകുവാൻ സാധിക്കും. അപ്പോൾ ഇവിടെ നമുക്ക് ഇനിയും അപേക്ഷ കൊടുക്കാൻ ബാക്കിയുള്ള ശ്രദ്ധിക്കുക. ജൂൺ 12-ാം തീയതി വരെയാണ് MG യൂണിവേഴ്സിറ്റിയുടെ ബി.എഡ് അപേക്ഷ കൊടുക്കാനുള്ള സമയം. അപ്പോൾ അതുകൊണ്ട് തന്നെ MG യൂണിവേഴ്സിറ്റിയിലെ വിദ്യാർത്ഥികൾ അപേക്ഷ കൊടുക്കാൻ ബാക്കിയുള്ളവരും അതേപോലെ തന്നെ അപേക്ഷ പൂർത്തീകരിക്കാൻ ബാക്കിയുള്ളവരും നിർബന്ധമായിട്ടും ജസ്റ്റ് 12-ാം തീയതിക്കുള്ളിൽ തന്നെ, അപ്പോൾ നിലവിൽ വിദ്യാർത്ഥി ജസ്റ്റ് ഇവിടെ ഈ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇനി പുതുതായിട്ട് രജിസ്ട്രേഷൻ ചെയ്യേണ്ടവർ രണ്ടാമത് രജിസ്ട്രേഷൻ ഇവിടെ ഓപ്ഷൻ കാണാൻ സാധിക്കും. ഇനി നിങ്ങൾക്ക് പ്രോസ്പെക്ട്സ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, കോളേജുകൾ, അതിൻ്റെ ഓരോ കോളേജിലെയും സീറ്റുകൾ,
ഓരോ കോളേജിലും സംവരണ അടിസ്ഥാനത്തിൽ സീറ്റുകൾ തുടങ്ങിയ എല്ലാ കാര്യം ഡീറ്റെയിൽ ആയിട്ട് അറിയാൻ പ്രോസ്പെക്ട്സ് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് കാര്യം മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇനി പുതുതായിട്ട് രജിസ്റ്റർ ചെയ്യുന്ന ഇവിടെ രജിസ്ട്രേഷൻ ക്ലിക്ക് ചെയ്യുക. അതിൽ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. വിദ്യാർത്ഥികൾ ജസ്റ്റ് ആ ഒരു രജിസ്ട്രേഷൻ വഴി നിങ്ങൾ പുതുതായിട്ട് അപേക്ഷ കൊടുക്കുക. ഇനി അതോടൊപ്പം തന്നെ 12-ാം തീയതി അപേക്ഷ കൊടുത്തു കഴിഞ്ഞാൽ തൊട്ടടുത്ത ട്രയൽ അലോട്ട്മെൻറ്റ്, ഫസ്റ്റ് അലോട്ട്മെൻറ്റ്, സെക്കൻഡ് അലോട്ട്മെൻറ്റ് ഉൾപ്പെടെ മുഴുവൻ കാര്യങ്ങളും കൃത്യമായിട്ട് നമ്മുടെ ചാനൽ ത്രൂ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. ഓക്കെ, ഇനി നമുക്ക് ലാസ്റ്റ് കേരള യൂണിവേഴ്സിറ്റിയുടെ അപ്ഡേറ്റ് നോക്കാം. അപ്പോൾ അതിന് മുന്നോടിയായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം, നിലവിൽ കേരളത്തിലെ യൂണിവേഴ്സിറ്റികളിൽ അഡ്മിഷൻ കിട്ടാത്ത വിദ്യാർത്ഥികളുണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങളുടെ ടൈം നഷ്ടപ്പെടുത്തരുത്. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾക്ക് അത്തരത്തിൽ റെഗുലറായിട്ടുള്ള തന്നെ കേരളത്തിന് പുറമെ കേരള PSC അംഗീകാരമുള്ള, കാരണം വിദ്യാർത്ഥികൾ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ് കേരള PSCയുടെ അംഗീകാരം. അതായത് UGCയുടെ അംഗീകാരം PSCയുടെ അംഗീകാരം ഇല്ല എങ്കിൽ നമ്മൾ ചെയ്യുന്ന കോഴ്സിന് യാതൊരു കാര്യവുമില്ല. അതുകൊണ്ട് തന്നെ കേരളത്തിന് പുറമെ പല കോളേജുകളും പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെങ്കിലും കൃത്യമായിട്ട് അതിൻ്റെ ഒരു നിങ്ങൾ കൃത്യമായിട്ട് അതിൻ്റെ വാല്യൂ നിങ്ങൾ പരിശോധിച്ചതിന് ശേഷം മാത്രമാണ് നിങ്ങൾ അപേക്ഷ എടുക്കാൻ സാധിക്കുള്ളൂ. പല കോളേജുകളിലും അഫിലിയേഷൻ പോലും ഇല്ലാത്ത കോളേജിലൊക്കെ പല വിദ്യാർത്ഥികളും അഡ്മിഷൻ എടുത്തിട്ട് പിന്നീട് ബുദ്ധിമുട്ടിയവരുണ്ട്. അത്തരത്തിൽ അവസരം ഇല്ലാതിരിക്കാൻ വേണ്ടി കൃത്യമായിട്ട് അഫിലിയേഷനുള്ള, കൃത്യമായിട്ട് PSC അംഗീകാരമുള്ള, UGC അംഗീകാരമുള്ള കോളേജ് നിങ്ങൾ പരിശോധിച്ചതിന് ശേഷം മാത്രമാണ് ഔട്ട്സൈഡ് നിങ്ങൾ അഡ്മിഷൻ എടുക്കാൻ പാടുള്ളൂ. അത്തരത്തിൽ കൃത്യമായിട്ടുള്ള വാല്യൂ PSC അംഗീകാരമുള്ള കോളേജിലോട്ട് വിദ്യാർത്ഥികൾക്ക് അഡ്മിഷന് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും, അഡ്മിഷൻ ഉൾപ്പെടെ മുഴുവൻ പ്രൊസീജിയർ നമ്മുടെ കേരളയുടെ ഭാഗത്തു നിന്ന് വർഷങ്ങളായി കൊടുത്തു വരികയാണ്. അത്തരത്തിൽ അഡ്മിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നവർ ജസ്റ്റ് താഴെ കൊടുത്ത പേഴ്സണലായിട്ടുള്ള വാട്സപ്പ് നമ്പർ, എൻ്റെ തന്നെയാണ് വാട്സപ്പ് നമ്പർ, ആ ഒരു വാട്സപ്പ് നമ്പർ നിങ്ങൾ BEd ഡീറ്റെയിൽസ് അയച്ചു കഴിഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ ഇൻഫർമേഷൻ നിങ്ങൾക്ക്, അഡ്മിഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ഇനി നമുക്ക് നാലാമത്തെ വളരെ പ്രധാനപ്പെട്ട കേരളത്തിലെ യൂണിവേഴ്സിറ്റി ആയിട്ടുള്ള കേരള യൂണിവേഴ്സിറ്റി ഒഫീഷ്യൽ വെബ്സൈറ്റ് admission.keralauniversity.ac.in എന്നാണ്. ഈ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു പേജിലോട്ട് പ്രവേശിക്കാൻ സാധിക്കുന്നതാണ്. കേരള യൂണിവേഴ്സിറ്റിയിൽ നിങ്ങൾക്ക് കാണാം ഡിഗ്രി വിളിച്ചു, PG ഓൾറെഡി വിളിച്ചിട്ടുണ്ട്, അതായത് എൻട്രൻസ് എക്സാം വഴിയുള്ളത്. അതേപോലെ തന്നെ MTech, MEd വിളിച്ചിട്ടുണ്ട്, MBA വിളിച്ചിട്ടുണ്ട്. ഇനി അതേപോലെ തന്നെ കേരള യൂണിവേഴ്സിറ്റി നിലവിൽ PGയും അതേപോലെ തന്നെ BEഡും നിലവിൽ വിളിച്ചിട്ടില്ല. അതായത് അഡ്മിഷൻ ടു BEd ഉടൻ തന്നെ വിദ്യാർത്ഥികൾക്ക് കേരള യൂണിവേഴ്സിറ്റിയുടെ ഭാഗത്ത് നിന്ന് അപ്ഡേറ്റ് വരുന്നതായിരിക്കും. അത് വന്ന ഉടൻ തന്നെ വിദ്യാർത്ഥികളെ നമ്മുടെ ചാനൽ ത്രൂ കൃത്യമായിട്ട് അറിയിക്കുന്നതായിരിക്കും. അതുകൊണ്ട് കേരള യൂണിവേഴ്സിറ്റിയിൽ BEഡിന് വെയിറ്റ് ചെയ്യുന്ന വിദ്യാർത്ഥികൾ നോട്ടിഫിക്കേഷന് വേണ്ടി വെയിറ്റ് ചെയ്യുക. അതുകൊണ്ട് നമ്മുടെ ചാനൽ കൃത്യമായിട്ട് നിങ്ങൾ അപ്ഡേറ്റുകൾക്ക് വേണ്ടി ഫോളോ അപ്പ് ചെയ്യാൻ വേണ്ടി ഓർമ്മപ്പെടുത്തുകയാണ്. പരമാവധി ഇത്തരത്തിൽ വീഡിയോ നിങ്ങൾ സുഹൃത്തുക്കൾ കൂടി ഷെയർ ചെയ്ത് കൊടുക്കാൻ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് പുതിയൊരു BEd അപ്ഡേറ്റ് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരെയും തൽക്കാലം ഇറ്റ്സ് മീ സവാദ് അരച്ചിരി. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.